ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫുഡ് മില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ നല്ല തണുപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫ്രോസ്റ്റി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അമ്മ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് എസ്റ്റിൻ്റെ മുടിയൊന്നും നമുക്ക് വെട്ടിക്കാമെന്ന്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പെൺപിള്ളേരാകുമ്പോൾ എനിക്ക് ഇച്ചിരി ഹെയറൊക്കെ ഉള്ളതാണ് ഇഷ്ടം. എനിവേ അമ്മ പറയുന്നതല്ലേ, കാരണം കുഞ്ഞിനെന്നും കോൾഡും കോഫും ഒക്കെയാണ്. അപ്പം ഹെയർ നീണ്ടിട്ടാണെന്നാണ് അവർ പറയണത്. അപ്പോൾ എന്നാൽ പോയി ഹെയർ കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഹെയർ കട്ടിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഹെറിഫോർഡിലുള്ള അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു ബാർബർ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഹെയർ കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ലായിരുന്നെങ്കിലും എസ്തു നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ഇവർ നമുക്ക് ബേബിയുടെ ഫസ്റ്റ് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു ബോക്സിലാക്കി തരും. അതെനിക്ക് നല്ല സ്പെഷ്യലായിട്ട് തോന്നി. നമുക്കെപ്പോഴും ബേബിയുടെ ഫസ്റ്റ് ആയിട്ടുള്ള എല്ലാം നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ. ആദ്യം നടക്കുന്നത്, ആദ്യം നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ ആദ്യത്തെ പല്ല്, പിന്നെ അതെല്ലാം ആദ്യം ഇഴഞ്ഞ് നടക്കുന്നത്, ആദ്യമായിട്ട് തിരിയുന്നത്, അങ്ങനെ എല്ലാം നമുക്ക് ഫസ്റ്റ് എല്ലാം നമുക്ക് വളരെയധികം സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആദ്യത്തെ ഹെയർ കട്ടും എനിക്ക് വളരെയധികം സ്പെഷ്യലായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഹെയർ കട്ട് ശരിയായൊന്നുമില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ അമ്മയൊക്കെ പറഞ്ഞു നമ്മൾ ആദ്യം വരുന്ന മുടി ഒന്ന് ഷേപ്പ് ആകാനൊക്കെ സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ ഹെയർ കട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് ഹെയർ മുതൽ ഇതെല്ലാം നന്നായിട്ട് വളരുമ്പോൾ അത് ശരിയാകുമെന്ന് പറയും. പിന്നെ അങ്ങനെയൊക്കെ സമാധാനിച്ച് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് അമ്മേനെയും കൊണ്ടൊന്ന് പുറത്തൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് വിൻറ്റേജ് കളക്ഷൻസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഓർത്തു അതിനുള്ളൊരു ബെസ്റ്റ് പ്ലേസാണ് നമ്മുടെ ഈ ഹാർട്ട് ഫൗണ്ടേഷൻ. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളതും ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വിൻറ്റേജ് ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളും അതുപോലെ തന്നെ വിൻറ്റേജ് ആയിട്ടുള്ള ഫർണിച്ചറുകളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർത്തു അമ്മയ്ക്ക് ഇതൊക്കെ ഒരു ന്യൂ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നാട്ടിൽ ഇങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ഷോപ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, പക്ഷേ അമ്മ അതൊന്നും നാട്ടിൽ വെച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു അമ്മയ്ക്ക് ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആകുമല്ലോ. ചില ഐറ്റംസൊക്കെ കണ്ടപ്പോൾ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഉടനെ തന്നെ വീട് മാറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങൾ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾ വീടൊക്കെ മാറിയിട്ട് അമ്മയും കൊണ്ട് ഇവിടെ വന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കട്ടെ എന്ന്. ഹെയർ കട്ടും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാകട്ടെ ഇസ്തുവിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞിട്ട്. ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ഭംഗിയുണ്ട്, എന്നാൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ഇസ്തുവൊക്കെ എൻ്റെ ഷേപ്പൊക്കെ മൊത്തത്തിൽ മാറിപ്പോയ പോലെ തോന്നിയേ. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഈവനിങ് അമ്മേനെയും കുട്ടി വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. സാൽമൺ ഗ്രില്ലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സാൽമൺ ഗ്രില്ലും അതുപോലെ തന്നെ ഗാർലിക് ബട്ടർ സോസുമാണ് ഉണ്ടാക്കിയത്.
പിന്നെ ഇങ്ങനെയുള്ള ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഗാദറിംഗ് ഒക്കെയാണ് നമുക്ക് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. യു കെയിലെ ലൈഫ് വിൻ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. പിന്നെ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ വരുമ്പോൾ അവർക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണല്ലോ, കാരണം മൊത്തം ഇങ്ങനെ അടച്ചിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഗ്യാദർ ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും ഒന്നും പറ്റാറില്ല, കാരണം രണ്ടുപേർക്കും ഡ്യൂട്ടിയുള്ള, പിന്നെ അവർക്കും ഡ്യൂട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ഓഫ് ഉള്ളപ്പോഴേ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഞങ്ങളെല്ലാവരെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത് എസ്തു ആയിരുന്നു. കാരണം എസ്തുവിന് വീടിന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വേണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.